ഇപ്പോൾ ഈ നിലവിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, മുനമ്പത്തെ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ സമരസമിതി യോഗത്തിൽ ജയശങ്കറിനെ പോലുള്ള ആ, രാഷ്ട്രീയ ഏതര ആൾക്കാർ അവിടെ സമരസമിതി യോഗത്തിൽ പങ്കെടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ UDF ഒക്കെ തന്നെ ഈ വിഷയത്തിൽ അവരെടുക്കുന്ന നിലപാടിനെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മറുനാടൻ ഷാജിയും ജയശങ്കറും ഒക്കെ അവിടെ ഒരു മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവും അവിടുത്തെ MP ഹൈബി ഈഡനും ഒക്കെ ഹാരളകി അവിടെ ചെല്ലുന്ന ഒരവസ്ഥയും വീണ്ടും അതിനെ വഖഫ് നിയമത്തെ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ഭൂമി വഖഫ് അല്ല എന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയൊക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് ഈ ജയശങ്കറും അല്ലെങ്കിൽ മറുനാടൻ ഷാജിയും ഒക്കെ നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വീണ്ടും അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതായത് നമ്മൾ ജയശങ്കറിനെ പറ്റി നമുക്ക് മനസ്സിലാകുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനാണ്, അദ്ദേഹത്തെ കേൾക്കാൻ ആളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തോട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിനകത്ത് കുറച്ച് വാസ്തവമുണ്ടെന്ന് കണ്ട് കേൾക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മറുനാടൻ ഷാജി ചില കാര്യങ്ങൾ വ്യക്തത വരുത്തി പറയുന്നതിനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിനും ഒക്കെ എടുക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് വീണ്ടും മുനമ്പത്ത് ചെന്നിട്ട് ഇത് വഖഫ് ഭൂമിയല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് വഖഫിന് കാര്യമില്ല. പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഒക്കെ, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നു, മുഖ്യമന്ത്രി അതിനകത്ത് എങ്ങും തൊടാത്ത ഒരു നിലപാടിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന പോലെ വഖഫ് ഭൂമി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വഖഫിനെ കൊണ്ട് പറയിക്കട്ടെ വഖഫ് ഭൂമി അല്ലെന്ന്, ഈ പറയുന്ന വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്ത് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഫാമിലി എന്നുള്ള വഖഫ് ചെയർമാനുള്ള സമയത്താണ്. അല്ല, ഇവിടെ ഈ വിഷയം ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തമ്മിലാണ് ഇപ്പോൾ നിലവിലെ വിഷയം. കാരണം മുനമ്പത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആൾക്കാർ താമസിക്കുന്നു, വഖഫ് ആ ഭൂമി ക്ലെയിം ചെയ്യുന്നു. ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ കേരളത്തിന് ഒരിക്കലും ഗുണകരമാവില്ലല്ലോ. കേരളത്തിൻ്റെ ഒരു മതേതര അല്ലെങ്കിൽ സോഷ്യൽ ഫാബ്രിക്കിനെ ഇത് അപകടം ചെയ്യും എന്നുള്ള ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ ഇവർ ഈ വിഷയത്തിൽ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് ഇടപെടുക? അല്ല, രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള വിഷയത്തിൽ എങ്ങനെ ഇതിനകത്ത് ഒരു മുരമ്പത്ത് മുസ്ലിം ഫാമിലി ഒരു ഫാമിലി എങ്ങാണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഹിന്ദുക്കളും ഈ പറയുന്ന ക്രിസ്ത്യാനികളുമാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ന്യായമല്ലാത്ത ഒരു കാര്യം വരുമ്പോൾ ആ ന്യായമല്ലാത്ത കാര്യത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന VD സതീശനായാലും കൊള്ളാം, BJPയുടെ ഭാഗമായാലും കൊള്ളാം, കോൺഗ്രസിന്റെ ഭാഗമായാലും കൊള്ളാം, അവർക്ക് ഏതെങ്കിലും ഒരു ജാതിയുടെ മതത്തിന്റെ ഒന്നും ഭാഗമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. മതേതര ജനാധിപത്യ പാർട്ടി എന്നാണല്ലോ ഇവരെല്ലാം പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ജാതി കാണുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ജാതീയമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും VD സതീശനെ പറയേണ്ട കാര്യമില്ല. VD സതീശൻ എന്തിന് വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നു, അല്ലെങ്കിൽ ആ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ വഖഫ് ഭേദഗതി നിയമം മുനമ്പത്ത് നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം മുനമ്പത്ത് നിവാസികൾക്ക് മനസ്സിലായതുകൊണ്ടും അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന നിയമം അവരുടെ വസ്തുവകകൾ കൊണ്ടുപോകുന്ന അവസ്ഥയിലായതുകൊണ്ടുമാണല്ലോ അവർ സമരം ചെയ്യുന്നത്. അപ്പം ഇത് വഖഫല്ല എന്ന് മുസ്ലിം പറയുമ്പോൾ വഖഫ് അല്ലെങ്കിൽ വഖഫിന്റെ നോട്ടീസ് പിൻവലിക്കട്ടെ, വഖഫിന്റെ ക്ലെയിം പിൻവലിക്കട്ടെ, അതിനുവേണ്ടി ഇടപെടട്ടെ. ഇത് ഒരു നിസ്സാര സമയം കൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറയുകയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടാത്തതുകൊണ്ടാണെന്ന് പറയുകയും, അതായത് നിലവിലുള്ള ആ നിയമത്തിനകത്തുള്ള കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ആ നിയമം ആർക്കെങ്കിലും അനുകൂലമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഏത് വസ്തുവും അവരുടെ കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നിയമമായിട്ടാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് നമ്മുടെ സുപ്രീം കോടതിയെ മറികടക്കത്തക്ക രീതിയിലേക്ക് ചില നിയമങ്ങളും പഴുതുകളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, അതുകൊണ്ട് ഏത് ഭൂമിയും വഖഫ് ആ രീതിയിലല്ലാതെ ആ വഖഫ് നിയമത്തിന് ഭേദഗതി വരട്ടെ, അതിലെ പ്രതിപക്ഷ ഇടമുണ്ട്. അതല്ലെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു നിയമത്തിനകത്ത് പഴുതുകളുണ്ട്. അത് രാജ്യത്തിന്റെ മതേതര സംവിധാനത്തെ തകർക്കുന്നതാണ്. ആ മതേതര സംവിധാനത്തെ തകർക്കുന്നതാണെങ്കിൽ ആ നിയമം മാറ്റി എഴുതുന്നതിന് എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അപ്പം അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അതിനകത്തുള്ള രാഷ്ട്രീയം പുറത്തു കൊണ്ടുവരുന്നതിനും ആ രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ ആ നിയമം കൊണ്ട് ആ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ കണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന്റെ ശ്രമം. അതിനകത്ത് VD സതീശന്റെ രാഷ്ട്രീയമുണ്ട്. VD സതീശന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം ഇദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ ഇവിടുത്തെ UDFന്റെ പൊളിറ്റിക്കൽ വോട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ വോട്ടും
ഈ പറയുന്ന ക്രിസ്ത്യാനിയുടെ വോട്ടും പ്രധാനമായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ബഹുഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടി UDF തന്നെ. അതിനകത്ത് ഈ ഒരു വിഭാഗത്തിന് ദോഷം. അപ്പൊ മുനമ്പത്തെ ഒരു വിഷയം മാത്രം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനികൾക്കാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. ഭൂരിപക്ഷം ഇതിനകത്തൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടി കലർന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് BJPയെ സഹായിക്കുന്നതാണോ? അത് വരുംകാല കേരള രാഷ്ട്രീയത്തിൽ ഇതിനെന്തെങ്കിലും ഒരു പ്രസക്തി? ഒരു നിലപാടും എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവുന്നതും അല്ല, ഞാൻ ഈ നിയമത്തിന്റെ വലിയ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കക്ഷിയൊന്നുമല്ല. ഈ പറയുന്ന പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം സുപ്രീം കോടതിക്ക് പോലും ആദ്യഘട്ടത്തിൽ പരിഹരിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ഒരു നിയമം, ഈ പറയുന്ന വഖഫ് ട്രിബ്യൂണലിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു നിയമം ഇവിടുത്തെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ടെത്തൽ മാത്രമല്ലേ ആകത്തുള്ളൂ, അതിന് പരിഹാരം ഉണ്ടാവോ? അപ്പോൾ ആ തൽക്കാലത്തേക്ക് അടുത്ത ഇലക്ഷൻ വരുന്നിടം വരെ ഈ വിഷയം അവരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പിണറായി ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതേ നാണയത്തിൽ തന്നെയാണ് VD സതീശൻ നിൽക്കുന്നത്. VD സതീശൻ അവിടെ ചെന്നിട്ട് കേന്ദ്രത്തിൽ വഖഫ് ഭേദഗതി നിയമത്തിനകത്ത് പാളിച്ചകളുണ്ടെങ്കിൽ, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന വഖഫ് ആയിട്ടുള്ള അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഭൂമി എന്ന് വ്യക്തതയുള്ള ഭൂമി അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളിടത്ത് കിട്ടത്തക്ക രീതിയിലുള്ള നിയമം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഭരണപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. അല്ലാതെ വല്ലവരുടെയും ഭൂമി കയ്യേറുന്ന നിയമം അവരുടെ കൈകളുണ്ടെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിൽക്കണം. അപ്പൊ അവിടെ പാസ്സാക്കുന്ന ഏത് നിയമവും അംഗീകരിച്ചു പോകാം എന്നുള്ള മാനസിക ധാരണയിൽ ഇവിടെ ഈ മുനമ്പത്തുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് പ്രതിപക്ഷ പാർട്ടിക്കും ഭരണപക്ഷ പാർട്ടിക്കും അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളെ പേടിയുണ്ട്. ബാക്കിയുള്ള വോട്ടുകൾ അത്തരത്തിൽ സംഘടിതമാണോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. നാളെ കാലത്തെ ഈ വിഷയം, ഈ വഖഫ് വിഷയം തന്നെ ഇപ്പൊ കേരളത്തിലുടനീളമുള്ള ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. ആ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിഷയം അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ഒരു വിഷയം മറ്റൊരു സമുദായത്തിന് ദോഷം ചെയ്യും അല്ലെങ്കിൽ അവർക്ക് നോവുന്നുകൊണ്ട് അവരുടെ വിഷയത്തിനകത്ത് കൃത്യതയോടുകൂടി ഇടപെടുന്നതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിനും അല്ലെങ്കിൽ ഇത് പലവട്ടം അവരെ മത്സ്യത്തൊഴിലാളികളാണെന്ന് കണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും അവരുടെ സഭാ മേലധ്യക്ഷന്മാർ ഈ നിയമത്തെ പറ്റി പഠിക്കുകയും അതിന്റെ വ്യക്തത ആ നിവാസികളെ മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് വീണ്ടും ഈ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ജയശങ്കറോ അല്ലെങ്കിൽ ഈ പറയുന്ന മറുനാടനോ ഒക്കെ ചെന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഭാഗമൊന്നുമില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും വക്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ VD സതീശനും അല്ലെങ്കിൽ ഹൈബി ഈഡനും ഒക്കെ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈബി ഈഡനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടിനെക്കാട്ടിൽ ഭൂരിപക്ഷമുള്ള രീതിയിലേക്കാണ് അദ്ദേഹം അവിടെ ജയിക്കുക. അദ്ദേഹം ജയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് അറിയാമല്ലോ. അവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഈ ലാറ്റിൻ കത്തോലിക്സിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന വോട്ടുണ്ട്. ആ വോട്ടിന്റെ കോർഡിനേഷൻ കൊണ്ട് തന്നെയാണ് ഹൈബി ഈഡന്റെ അച്ഛൻ പിതാവിനെയൊക്കെ അവിടെ തോൽപ്പിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അവർ UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അവർ UDFന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഉടനീളം നിൽക്കുന്നത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലായി. ഇപ്പോൾ പോലും എന്നിട്ട് അതിനകത്ത് ചില അച്ഛന്മാര് വീണ്ടും ഇവരുടെ കൂടെ നിന്നിട്ട് തന്നെ ഇതിനെ തണുപ്പിക്കുന്ന രീതിയിലും UDFന് അനുകൂലമായി കൊണ്ടുന്ന രീതിയിലും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ UDF രാഷ്ട്രീയം തന്നെയാണ്. അവരെക്കാലം ഇവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നാളെ കാലത്തെ UDF അധികാരത്തിൽ വരുന്നതിന് ഇവിടെ കൃത്യമായിട്ട് മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം വോട്ടിന്റെ കൂടെ കാലാകാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന താരതമ്യേന കുറവാണ് ഹിന്ദു വോട്ട്, ഈ ക്രിസ്ത്യൻ വോട്ടുകൂടെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്സ് തന്നെയാണ് കളിക്കുന്നത്. ഈ മുനമ്പത്ത് ഈ യഥാർത്ഥത്തിൽ അതൊരു ഭൂപ്രശ്നമാണല്ലോ. അവിടെ താമസിക്കുന്നവർക്ക് അവിടെ കൈവശാവകാശം, അവർക്ക് ഭൂമി കിട്ടണം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ അതിനകത്ത് ഈ ജാതി മത രാഷ്ട്രീയം കലർത്തുന്നതിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ആ ഒരു BJP അഡ്വാൻറ്റേജ് എടുക്കുന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ മാറ്റണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ലല്ല, അപ്പൊ അങ്ങനെയല്ലല്ലോ. അതിനകത്ത് അതൊരു ഇവരുടെ രണ്ടുപേരുടെയും കൂടെ വക്രീകരണം. അതിനകത്ത് BJP എന്ത് ചെയ്യുന്നു? കേരളത്തിലെ BJPക്ക് ജോലി ചെയ്യാൻ അറിയോ? രാഷ്ട്രീയം കളിക്കാൻ അറിയാം. രാഷ്ട്രീയം കളിക്കാൻ അറിയാമെങ്കിൽ ഈ വഖഫ് നിയമം 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് രാഷ്ട്രീയമാക്കിക്കൂടായിരുന്നു. ഈ കേരളത്തിലുടനീളം മൈക്ക് വെച്ച് കെട്ടി വഖഫ് എന്താണെന്ന് വളരെ കൃത്യതയോട് പറയാൻ സാധിക്കണ്ടേ? അവർക്ക് രാഷ്ട്രീയമൊന്നും കളിക്കാൻ കേരളത്തിൽ അറിയത്തില്ല. കേന്ദ്രത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. അവർക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയത്തില്ല. വഖഫ് നിയമം എന്താണെന്നും അതിനകത്ത് തിരുത്തൽ വരുത്തേണ്ടത് എന്തിനു വേണ്ടിയാണെന്നും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ കൃത്യമാക്കി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ BJPക്ക് നാളെ കാലത്തെ രാഷ്ട്രീയ ലാഭം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടിന്റെ കൂടെ, മൊത്തമുള്ള കൂടെ അല്ല, ഈ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷം കൂടെ കൂടിയ BJP അധികാരത്തിൽ വരുന്നതിന് പാടുന്നില്ല. പക്ഷെ BJP ചെയ്യുന്നില്ല. പക്ഷേ മറിച്ച്
അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന UDF കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് ന്യൂനപക്ഷത്തിന്റെ വോട്ടാണ്. ആ വോട്ടിനകത്ത് UDF ഇപ്പോൾ കേന്ദ്രത്തിലുടനീളം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം തന്നെയാണ്. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ബലത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മതേതര സംവിധാനത്തെ കുറച്ചെങ്കിലും നോക്കിക്കണ്ടുകൊണ്ടിരുന്ന മുസ്ലിം ലീഗ് പോലും ഭയന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് വന്നോ നമുക്ക് പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പം പാലക്കാട് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആരുടെ അധികാരമില്ല, SDPI കാരൻ പ്രകടനം നടത്തി. മുസ്ലിം ലീഗ് എന്താ പറയുന്നത്? SDPI പ്രകടനം നടത്തി ശരിയല്ലെന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗമല്ലെന്ന്. ജമാഅത്ത് ഇസ്ലാമി അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയാത്തെ? അവരെ മാറി നിന്നതുകൊണ്ട് അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒളിച്ചു പോകുന്നുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പരിശോധിക്കും മനസ്സിലാവും. ഇത് മുതലെടുക്കാൻ വേണ്ടി ഇവിടുത്തെ CPM നിന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിലേക്ക് ഞാനീ പറയുന്നത്, ഇതിനകത്ത് നമ്മൾ ജാതി ധ്രുവീകരണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ജാതിയെയും, ഒരു ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും, നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യമാണെങ്കിൽ ഈ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകുന്ന രീതിയിൽ, ന്യായമാകുന്ന രീതിയിലേക്കുള്ള സംവിധാനം കൊണ്ടുവരുന്നതിന് എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഈ നിയമം ഇത്രയും ലിബറലായിട്ട് അത് ചർച്ച ചെയ്യാൻ കാര്യം. ഇപ്പൊ നമ്മൾ തന്നെ, എനിക്കറിയത്തില്ലായിരുന്നു, ഇദ്ദേഹത്തിന് അറിയാവുന്ന എനിക്കറിയത്തില്ല വഖഫ് നിയമം എന്ത് വന്നു. നമ്മൾ വിചാരിക്കും ദേവസ്വം ബോർഡ് പോലെ വഖഫിന് ഇത്ര നിയമം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഇത് അതിനകത്ത് ന്യായത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോട്ടെ, കോൺഗ്രസ് പോട്ടെ, CPM പോട്ടെ, BJP പോട്ടെ. അപ്പൊ മുതലെടുപ്പിന്റെ കാര്യമൊന്നുമില്ല. മുതലെടുക്കുമോ എന്ന് പറയുന്നത് ഇവർ പറയുന്നതല്ലേ, മുതലെടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ മുതലെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരും ധരിപ്പിച്ചാൽ ധരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജനമൊന്നും അല്ലല്ലോ കേരളത്തിലെ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഹാലിളകാൻ കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കപ്പുറം സാധാരണക്കാരനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധരിക്കുന്ന ആൾക്കാർ മുനമ്പത്തെ സമരപ്പന്തലിൽ ചെന്ന് അത് ഏറ്റെടുക്കുകയും അതിന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഉള്ള കള്ളി വെളിച്ചത്താവുമോ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പിണറായിക്കുമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ചെന്ന് ഞങ്ങൾ ഇത് വഖഫല്ലെന്ന് വീണ്ടും പറയാൻ ശ്രമിക്കുന്നതും, ഞങ്ങൾ നിങ്ങളുടെ കൂടാണെന്ന് പറയാൻ ശ്രമിക്കുന്നതും, അതിനകത്തൊരു ജാതി രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ ശ്രമിക്കുന്നതും, അവിടുത്തെ ജനങ്ങളെ ടെലിഫോണിൽ കൂടി പിടിച്ച് ഹൈബി ഇടാൻ, നിങ്ങളെ ഇറക്കിവിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് പറയുന്നതും, നിങ്ങളുടെ കൂടെ സമരപ്പന്തലിൽ ഞാൻ കാണുമെന്ന് പറയുന്നതും ഒക്കെ ഉള്ളൊരു രാഷ്ട്രീയം. അവരെ ഇറക്കിവിടുന്ന സംവിധാനത്തിലേക്ക് ഇപ്പം എന്തായാലും പോകത്തില്ല. ഈ ക്ലെയിം ഇങ്ങനെ 5 കൊല്ലം കൊണ്ട് നിൽക്കുന്നത് പോലെ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇവരെല്ലാം കളിക്കുന്നത്. അപ്പം വഖഫ് നിയമം അതിന്റെ കൃത്യമായ രീതിയിൽ, ജനാധിപത്യ രീതിയിൽ പൊളിച്ചെഴുന്നതിന് എല്ലാവരും സഹകരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.